ആദ്യ സർവേ ഫലം പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ 21 സീറ്റിൽ നാഷണൽ കോൺഫറൻസ് പാർട്ടി BJP 23 സീറ്റ് വരെ നേടാമെന്നുള്ള പ്രഖ്യാപനങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ മറ്റ് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തു വരും. ജമ്മു കാശ്മീരിലെയും ഹരിയാനയിലും ഒരുപക്ഷെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വം അവിടെ അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ആദ്യഘട്ട പല സൂചനകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇനി ആക്സിസ് ടൈംസ് മുന്നേ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം 18 മുതൽ 24 സീറ്റ് വരെ ഹരിയാനയിൽ 18 മുതൽ 24 സീറ്റ് വരെ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് ടൈംസ് നൗ പ്രഖ്യാപിക്കുന്നത്. 55 മുതൽ 62 സീറ്റ് വരെ കോൺഗ്രസ് നേടും. ഒപ്പം തന്നെ 2 മുതൽ 5 സീറ്റ് INLD, JJP 0 മുതൽ 3 സീറ്റ് വരെ. അവിടെയും ആം ആദ്മിക്ക് ഒരു സീറ്റില്ല എന്നുള്ളത് തന്നെയാണ് ടൈംസ് നൗ പ്രഖ്യാപിക്കുന്നു. ഹരിയാനയിൽ ഇത്തവണ കോൺഗ്രസ് അതും കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് 55 മുതൽ 62 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് അധികാരത്തിലേക്ക് വരുമെന്നുള്ളതാണ് ഇപ്പോൾ ടൈംസ് നൗവിന്റെ സർവേ ഫലം കൂടി പ്രഖ്യാപിക്കുന്നത്. രേണുക, തീർച്ചയായും എന്തായാലും ഹരിയാനയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന്റെ സൂചനകളാണ് ഇതുവരെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ ആയിരുന്നു. പ്രചാരണ രംഗത്തുടനീളം വിമതശല്യം ഉൾപ്പെടെ നേരിട്ടിരുന്നു എങ്കിൽ പോലും തിരിച്ചുവരവിന്റെ വിശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ച് ഹരിയാനയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ ചോദിച്ച് ആം ആദ്മി പാർട്ടി വിട്ടുനിൽക്കുമ്പോഴും ഒറ്റയ്ക്ക് ജയിച്ച് കയറാമെന്ന ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. ആദ്യ എക്സിറ്റ് പോൾ ഫല സൂചനകൾ നൽകുന്നതും കോൺഗ്രസിന് വ്യക്തമായ ലീഡ് ഉണ്ട് ഹരിയാനയിൽ എന്നതാണ്. അതേസമയം ജമ്മു കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് മത്സരത്തിന്റെ സൂചനകളാണ് ആദ്യ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്. അതേസമയം BJPക്ക് മുൻതൂക്കം എന്ന പ്രവചനങ്ങൾ കൂടി വരുന്നു. കൂടുതൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ജമ്മു കാശ്മീരിലാണ് എന്ന് വരുന്നു. നമുക്കറിയാം, വർഷങ്ങളുടെ പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. അപ്പോഴും സംസ്ഥാന പദവി ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ ഉണ്ടായിരുന്നു. BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ തന്നെ കരുതിയിരുന്നിടത്ത് ഒരുപക്ഷെ അത്രയ്ക്ക് വലിയൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്നതാണോ ആദ്യ സൂചനകൾ നൽകുന്നത്? രേണുക, അതായത് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള സർവേ ഫലങ്ങളിൽ ഒരു സർവേ ഫലം മാത്രം, ഗുലിസ്ഥാൻ സർവേ എക്സിറ്റ് പോൾ ഫലങ്ങൾ മാത്രമാണ് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് ജമ്മു കാശ്മീർ കടക്കുമെന്ന് അറിയിച്ചിട്ടുള്ളത്. മറ്റെല്ലാം തന്നെ റിപ്പബ്ലിക് മെട്രിക്സും ഒപ്പം തന്നെ PDPക്ക് 28 സീറ്റ് ലഭിക്കുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിന് അവിടെ 12 സീറ്റ്, JKNCക്ക് 15, മറ്റുള്ളവർക്ക് 7 എന്നിങ്ങനെയാണ് ജമ്മു കാശ്മീരിലെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അവിടെ കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് എന്നാണ് റിപ്പബ്ലിക്സ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഹരിയാനയിലെ ഫലങ്ങളാണ് ഏറ്റവും കൃത്യമായി തന്നെ വരുന്നത്. ഹരിയാനയിൽ ഇതുവരെ വന്നിട്ടുള്ള 3 ഫലങ്ങളിലും 3 സർവേ ഫലങ്ങളിലും കോൺഗ്രസ് തന്നെ വ്യക്തമായ മുൻതൂക്കം, കേവല ഭൂരിപക്ഷം കടന്നുകൊണ്ട് ഇത്തവണ അധികാരത്തിലേക്ക് വരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് അവർ പ്രഖ്യാപിക്കുന്നത്. ഇനി ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലം വരാനുണ്ട്, സി വോട്ടറിന്റെ വരാനുണ്ട്, ജൻ കി ബാത്തിന്റെ വരാനുണ്ട്. അങ്ങനെ മറ്റ് സർവേ ഫലങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ ഒരു പക്ഷേ BJPക്കാണോ, അതായത് ഹാട്രിക് അടിക്കാൻ തയ്യാറായിരുന്ന BJPക്ക് ഇത്തവണ നയാബ് സൈനിയുടെ നേതൃത്വത്തിലുള്ള BJP നേതൃത്വത്തിന് അവിടെ ഹാട്രിക് അടിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നമായിരുന്നു. ഒപ്പം തന്നെ വലിയ രീതിയിൽ ജനവിരുദ്ധ വികാരം അവിടെ നിഴലിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനകൾ കൂടിയാണ് ഈ വന്നിട്ടുള്ള സർവേ ഫലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ജാട്ട് വിഭാഗത്തിൽ നമുക്കറിയാം, ഹരിയാനയിൽ ഏറ്റവും കൂടുതൽ മേൽക്കൈയുള്ളത് ജാട്ട് വിഭാഗത്തിനാണ്. 27% വോട്ട് ഷെയർ ഉള്ളത് ജാട്ട് വിഭാഗത്തിനാണ്. ജാട്ട് വിഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം, നേരത്തെ മുൻകാലങ്ങളെ തൊട്ട് തന്നെ കർഷകരാണ്. അവരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. അത്തരത്തിൽ ജനവിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ നോൺ ജാട്ട് വോട്ടുകൾ മാത്രം തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ഇത്തവണ ഹരിയാനയിൽ BJP നേതൃത്വം വെച്ചു പുലർത്തിയിരുന്നത്. അതിന്റെ ഭാഗമായി ബ്രാഹ്മണിക്കൽ വോട്ട്, ഒപ്പം തന്നെ OBC വോട്ട്, കാലാകാലങ്ങളായി നമുക്കറിയാം OBC വോട്ട് എന്ന് പറയുന്നത് OBCയിൽ തന്നെ ഏറ്റവും വലിയ മുഖമായി അവർ കണക്കാക്കുന്നത് നരേന്ദ്രമോദിയെ തന്നെയാണ്. നരേന്ദ്രമോദിയെ മുൻനിർത്തിക്കൊണ്ട് ഈ OBC വിഭാഗത്തിൽ നിന്ന് ഉള്ള ആ ശതമാനം മുഴുവൻ
BJP പാളയത്തിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു തന്ത്രമായിരുന്നു അവർ പയറ്റിയിരുന്നത്. അതിൽ കൊണ്ട് തന്നെയാണ് നയാബ് സൈനി വിഭാഗം OBC വിഭാഗത്തിൽ തന്നെയുള്ള സൈനി വിഭാഗം വളരെ കരുത്തരാണ്. അവർക്ക് 5% വോട്ട് ഈ OBC വിഭാഗത്തിൽ തന്നെ ഉണ്ട്. ആ വിഭാഗത്തെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ ഇത്തവണയും അധികാരത്തിലേക്ക് വരാം, ഹാട്രിക് വിജയം നേടാമെന്നുള്ളൊരു കണക്കുകൂട്ടൽ BJP നേതൃത്വത്തിലുണ്ടായിരുന്നു. അവിടെ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു. ഇതെല്ലാം എൻ ബ്ലോക്കായി ലഭിക്കും, OBC വോട്ടുകൾ എൻ ബ്ലോക്കായി ലഭിക്കുമെന്ന് കരുതിയിരുന്ന BJP നേതൃത്വത്തിന് തിരിച്ചടിയാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഈ സർവേ ഫലങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെല്ലാം സ്പ്ലിറ്റായി അത് കോൺഗ്രസിന് അനുകൂലമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ആം ആദ്മി ഒപ്പം തന്നെ ഇത്തരത്തിൽ JJP അടക്കമുള്ളവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ആ JJP സഖ്യം ആസാദ് പാർട്ടിയുമായി JJP സഖ്യം ഉണ്ടാക്കുന്നു. ആസാദ് പാർട്ടിയുമായി ചേർന്നതിന് ശേഷം അവിടെ വലിയ ചലനമുണ്ടാക്കും. കഴിഞ്ഞ തവണ 10 സീറ്റുകൾ വരെ നേടിയതാണ്. ഇത്തവണ ഒരു 15 മുതൽ 20 സീറ്റുകൾ വരെ ഈ സഖ്യം നേടുമെന്നുള്ളൊരു വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയായിരുന്നു നേതാക്കൾ പങ്കുവെക്കുകയും ചെയ്യുന്നത്. JJP നേതാവ് ദുഷ്യന്ത് സിംഗ് ചൌട്ടാർ അടക്കമുള്ള നേതാക്കൾ അത് തന്നെയാണ് വെച്ചു പുലർത്തുകയും ചെയ്യുന്നത്. പക്ഷേ അതിനൊക്കെ തന്നെ കനത്ത തിരിച്ചടി വരുന്നു. കാരണം കഴിഞ്ഞ തവണ ലഭിച്ച 10 സീറ്റ് അത് ഇത്തവണ 3 മുതൽ 7 സീറ്റിലേക്ക് കുറയുമെന്ന് റിപ്പബ്ലിക് TV സർവേ ഫലങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ 2 മുതൽ 4 സീറ്റ് വരെ വരുമെന്ന ന്യൂസ് 8ന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ JJPക്ക് 0 മുതൽ 3 സീറ്റുകൾ വരെ ലഭിക്കാമെന്നാണ് ടൈംസ് നൗ പറയുകയും ചെയ്യുന്നത്. അത്തരത്തിൽ JJP 10 സീറ്റ് നേടിയിരുന്ന JJP 0-ലേക്ക് പോകാനുള്ള സാധ്യത കൂടി അവിടെ പറയുന്നു. ഒപ്പം തന്നെ BJP 18 മുതൽ 24 സീറ്റുകൾ വരെ മാത്രമേ നേരിടൂ എന്നാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ ടൈംസ് നൗവിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കൂടി നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ BJP അവിടെ തകർന്നടിയുന്നു. 40 സീറ്റുകൾ വരെ നേടിയ BJP കഴിഞ്ഞ തവണ 2 തവണ 2014 47 സീറ്റുകളായിരുന്നു അന്ന് BJP നേടിയതെങ്കിൽ 2019 വന്നപ്പോൾ 40 സീറ്റായി കുറയുന്നു. അത് വീണ്ടും ഇപ്പോൾ 18 മുതൽ 24 സീറ്റിലേക്ക് ചുരുങ്ങുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിഥുൻ, ധ്രുവ് റിസർച്ചിന്റെ സൂചനകൾ കൂടി CNN ന്യൂസ് 18 കൊടുക്കുന്നുണ്ട്. BJP 27 ഹരിയാനയിൽ, BJP 27, കോൺഗ്രസ് 57, അതേഴ്സ് 6 എന്നിങ്ങനെയാണ് കൊടുക്കുന്നത്. JAPയുടെയും INLDയുടെയും സൂചിപ്പിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിലും കോൺഗ്രസിന് വ്യക്തമായ മുൻതൂക്കമുണ്ട് എന്നതിന്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള സർവേ ഫലങ്ങളിലെല്ലാം തന്നെ BJPക്ക് എതിരാണ് ഹരിയാനയിലെ ജനവികാരം എതിരാണ് ഹരിയാനയിൽ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്നോടൊപ്പം മഞ്ജുഷ് ഗോപാൽ കൂടി ചേരുന്നുണ്ട്. അതായത് നമുക്കറിയാം, നേരത്തെ തന്നെ വിചാരിച്ചിരുന്നത് ഒരു ഹാട്രിക് ഒരു വിജയത്തിലേക്ക് BJP കടക്കുമെന്ന് അവർ വെച്ചു പുലർത്തിയിരുന്നു. മനോഹർലാൽ ഖട്ടർ ഇന്ന് രാവിലെ വോട്ട് ചെയ്തതിനു ശേഷം രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം പുറത്തു വന്ന് പറഞ്ഞ കാര്യം 50 സീറ്റിന് മുകളിലേക്ക് ഈ ഞങ്ങളുടെ സീറ്റ് വർദ്ധിക്കും. കഴിഞ്ഞ തവണ ലഭിച്ചത് 40 ആണെങ്കിൽ തവണ അത് 50 മുകളിലേക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ ഒറ്റയ്ക്കെത്ത് നടന്നു നീങ്ങും എന്നായിരുന്നു അദ്ദേഹം പറയുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള ഇപ്പോൾ ഹരിയാനയിലെ ഇതുവരെയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കേവല ഭൂരിപക്ഷത്തിലേക്കുള്ള സീറ്റുകൾ കോൺഗ്രസിന് കിട്ടുമെന്ന് പറയുന്നത് 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് ഹരിയാനയിൽ ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. BJP നമുക്കറിയാം 2014 45 എന്നുള്ള കേവല ഭൂരിപക്ഷവും മറികടന്ന് 47 സീറ്റിലേക്ക് വന്നിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അവിടെ ഒരു ഡിക്ലൈൻ എന്ന് പറയാം, ഇല്ല, BJPക്ക് ഒരു താഴോട്ട് പോവുകയായിരുന്നു. 2019 ആയപ്പോഴേക്കും BJPയുടെ സീറ്റ് എന്ന് പറയുന്നത് 41 മാറി, അതായത് 40 മാറി. അവിടെ കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. JJPയുടെ സഹായത്തോടു കൂടി അവർക്ക് സർക്കാർ രൂപീകരിക്കേണ്ടി വന്നു. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 2014 7 സീറ്റുകൾ കിട്ടി. അവിടെ നിന്ന് 2019 ആയപ്പോഴേക്കും മുഴുവൻ സീറ്റുകളും ലോക്സഭയിലേക്ക് BJPക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. പക്ഷേ 2024 ആയപ്പോൾ 5-5 എന്ന രീതിയിലേക്ക് 5 കോൺഗ്രസിനും 5 BJPയുമായി. അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകളിലേക്ക് വരികയും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താഴോട്ട് പോവുകയും ചെയ്ത BJP ആ ഡിക്ലൈൻ ഇപ്പോൾ തുടരുന്നു എന്നത് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും BJPക്ക് ഒരു സംസ്ഥാനം കൂടി നഷ്ടപ്പെടാൻ പോവുകയാണ്, അത് ഹരിയാനയാണ്. അത് മാത്രമല്ല, എക്സിറ്റ് പോളുകൾ എല്ലാം ഒരേ സ്വരത്തിൽ തന്നെ ഇത് പറയുകയും ചെയ്യുന്നു. അതും മാത്രമല്ല, അതൊരു കേവല ഭൂരിപക്ഷത്തിലേക്ക് തന്നെ കോൺഗ്രസിനെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്ന് പറയുമ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഒരു ശരാശരി നോക്കുമ്പോൾ 25-ലും താഴെ സീറ്റുകളിലേക്ക് BJP
BJP പോകുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 10 വർഷത്തെ ഏറ്റവും മോശം പ്രകടനത്തിലേക്ക് BJP ഹരിയാനയിൽ പോകുന്നു എന്നുള്ളതാണ്. ഈ 2014 മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത് 4 സീറ്റ് മാത്രമായിരുന്നു. നമുക്കറിയാം 2014 BJP ഹരിയാനയിൽ അധികാരത്തിൽ വന്നത് 2014 കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് തൊട്ട് പിന്നാലെയാണ്. അതായത് ഒരു മോദി തരംഗമാണ് ഹരിയാനയിൽ BJP അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. അതായത് 4-ൽ നിന്ന് 47-ലേക്കുള്ള കുതിച്ചുകയറ്റമാണ് ഹരിയാനയിൽ 2014 കണ്ടത്. അവിടെ നിന്നാണ് പിന്നീട് ഒരു ഡിക്ലൈൻ ഉണ്ടാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും 2019 നേടിയപ്പോഴും ഇല്ലേ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും നേടിയ BJP ആണ് തൊട്ടടുത്ത് തന്നെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 47-ൽ നിന്ന് 40-ലേക്ക് പോയത്. അവിടെ JJPയുടെ സഹായത്തോടു കൂടി അധികാരത്തിലെത്തിയ BJP 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താഴോട്ട് പോവുകയും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നതിന്റെ വ്യക്തമായ സൂചനകൾ കാണുന്നു. ആ മാട്രിക്സ് പോളിൽ തന്നെ അത് വ്യക്തമാണ്. 55 മുതൽ 62 സീറ്റ് വരെ കോൺഗ്രസ് നേടുന്നു എന്ന് പറയുമ്പോൾ പഴയ ഒരു പ്രതാപത്തിലേക്ക് കോൺഗ്രസ്, ഹരിയാന എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ഒരു തട്ടകമായിട്ട് തന്നെ അറിയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ നിന്നാണ് BJPയുടെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവത്തിൽ അധികാരത്തിലേക്ക് വന്ന BJP അവിടെ നിന്ന് ഡിക്ലൈനായി 18 മുതൽ 24 സീറ്റുകളിലേക്ക് BJP പോവുകയാണ്. ഇതേ ട്രെൻഡ് തന്നെയാണ് പല എക്സിറ്റ് പോളുകളിലും സൂചിപ്പിക്കുന്നത്. JJPയും അതുപോലെ തന്നെ INLDയും അവർക്ക് ഈ അധികാരത്തിൽ ഒരു പങ്കാളിത്തം കിട്ടുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ പോലും അതിലേക്ക് വരില്ല. ഈ ഒരു രീതിയിലാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായി വരികയാണെങ്കിൽ INLDക്കും അതുപോലെ തന്നെ JJPക്കും ഇവർക്ക് രണ്ടുപേർക്കും ഭരണത്തിൽ ഒരു സ്വാധീനവും ചെലുത്തുവാൻ കഴിയുകയില്ല. ആം ആദ്മി പാർട്ടിക്കും അങ്ങനെ തന്നെയാണ്, അല്ലേ? തീർച്ചയായും. എന്തായാലും ഹരിയാനയിൽ കോൺഗ്രസിന് മുൻതൂക്കം എന്നത് വരുമ്പോൾ ജമ്മു കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നതിന്റെ സൂചനകൾ കൂടുതൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുകയാണ്. ഇന്ത്യ ടുഡേ സീ വോട്ടർ 27 മുതൽ 31 സീറ്റ് വരെ BJPക്ക് നൽകുമ്പോൾ 11 മുതൽ 15 വരെ സീറ്റുകളാണ് INCക്ക് നൽകുന്നത്, PDPക്ക് 2. ഇലക്ട്രൽ എഡ്ജ് 33 സീറ്റുകൾ വരെ BJP നേടുമെന്ന് പറയുമ്പോൾ 27 വരെ INCക്ക് നൽകുന്നു. ഒരുപക്ഷെ ജമ്മു കാശ്മീരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ സൂചനകളാണ് ആദ്യ എക്സിറ്റ് പോൾ ഫല സൂചനകൾ നൽകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ പോൾ ഫലങ്ങൾ വരാനിരിക്കുന്നു. MG മിഥുനും ഒപ്പം മഞ്ജുഷ് ഗോപാലുമാണ് നമുക്കൊപ്പം ചേർന്നത്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം.